ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ്. 8ാം ക്ലാസ്സിലത്തെ 6ാമത്തെ ചാപ്റ്ററും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത്. വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? കമ്പനി ബോർഡ് LGS വരാനായി, ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ടുണ്ടാവും. കുറച്ച് ടഫായിരുന്നു അല്ലേ? അപ്പോൾ അതൊന്നും നോക്കണ്ട, നമ്മൾ എക്സാം മുന്നിലേക്ക് വരുന്നുണ്ട്, 10th പ്രിലിംസ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്കിത് തുടങ്ങാം അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കും. ഓക്കെ. യൂണിറ്റ് 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടല്ലോ അല്ലേ? ഒന്ന് കോറീൻ്റെ ചിത്രമാണ്, ഒന്ന് എന്താണ് ഒരു മരത്തിന് കൈ പിടിക്കണ അല്ലേ, അങ്ങനൊരു ചിത്രമാണ്. ഓക്കെ. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണിത്. അപ്പോൾ എന്താണ്? കോള സ്വർണ്ണഖനിയാണ് കേട്ടോ ഈ മേലുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമേറിയതുമായിട്ടുള്ള സ്വർണ്ണഖനിയാണിത്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകയിൽ ഊറികം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. ഇതാണ് KGF. KGF കോളർ ഗോൾഡ് ഫീൽഡ്. അപ്പോൾ നമ്മൾ KGF മൂവിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ 1804 ജോൺ വാറൻ പറഞ്ഞിട്ടുള്ള 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകയിലെ ഊറികം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തിയിട്ടോ. അപ്പോൾ ഊറികം എന്ന ഗ്രാമം അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. ഇതാണ് KGF എന്ന് പറയുന്നത്, കോളർ ഗോൾഡ് ഫീൽഡ്. ഓക്കെ അല്ലേ? എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചു. കോളർ ഗോൾഡ് ഫീൽഡ് KGF ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും സ്വർണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ലേ? അതെല്ലേ, നമുക്ക് സ്വർണത്തിൻ്റെ പ്രാധാന്യം ഓൾറെഡി അറിയാം, നല്ല പൈസയാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ എന്താണ്? 1800 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അവിടെ. അപ്പം KGF കോളർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ്റെ സ്ഥാനം രേഖപ്പെടുത്താൻ നമ്മുടെ KGF ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയണത്? സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ കർണാടകയിലെ എന്ത് ഗ്രാമത്തിലാണിതുള്ളത്? ഊറികം ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശം എന്താണ്? സ്വർണത്തിൻ്റെ നാടാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് കേട്ടോ. ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വിഭവ ഭൂപടം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ അല്ലേ? സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ്? വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം, ഔഷധ നിർമ്മാണം. ഇതെല്ലാവർക്കും അറിയാലോ. അടുത്തത്, സ്വർണത്തിന് പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെന്ന് പറയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്ത ഇതിൽ പെട്ടിക്കുളത്തിലുള്ള നോക്കാം. അമ്മേ, മനുഷ്യനും ഒരു വിഭവമാണോ? അതേ മോളെ, അങ്ങനെയാണ് അമ്മ പറയുന്നത്. അപ്പോൾ നോക്കാം. മാനവ വിഭവം. മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണ്യം, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ്. എന്താണ്? മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണ്യം, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മനുഷ്യനും എന്താണ്? ഒരു വിഭവമാണ്. എന്ത് വിഭവമാണ്? മാനവ വിഭവം എന്ന് വേണം പറയുക കേട്ടോ. സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത്. ഓക്കെ. സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവയൊക്കെ എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? വായു, ജലം, മണ്ണൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആ ഭൗതിക വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. അപ്പോൾ വിഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമാവണം, പ്രകൃതിയിൽ ലഭ്യമാവണം, സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായിട്ടുള്ള ഏതൊന്നിനെയും എന്തെന്ന് വിളിക്കാം? വിഭവം എന്ന് വിളിക്കാം. ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം. എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം. ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെ വിഭവമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മാനവ വിഭവം എന്ന് പറയുന്നത് ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം കേട്ടോ. ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കുക. എന്തൊക്കെയാണ്? പ്രകൃതി വിഭവം എന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരം തിരിക്കാം. അപ്പോൾ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്താണ്? പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന വിഭവങ്ങളാണ് വായു, ധാതുക്കൾ എന്നിവയൊക്കെ കേട്ടോ. മനുഷ്യനിർമ്മിത വിഭവങ്ങൾ പറയുന്നത് എന്താണ്? മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങൾ, റോഡ്, യന്ത്രങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെയാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയോ? എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? നമുക്ക് അതിന് ആൻസർ നോക്കാം അല്ലേ. എല്ലായിടത്തും ലഭ്യമല്ല അല്ലേ. ഉപയോഗിക്കും തോറും തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്. പലതും പല അളവിലാണ് ഉണ്ടാവുക. ചിലത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്, ചിലത് പെട്ടെന്ന് തീർന്നു പോകാത്തതാണ് അല്ലേ. പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യസ്തമാണ്. പുനഃസ്ഥാപന ശേഷിയുള്ള അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തിരിക്കാം. അപ്പോൾ പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ തരംതിരിക്കുന്നതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും തരംതിരിക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. എന്തൊക്കെയാണ്? ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഓക്കെ, തീർന്നു പോകാത്തതും പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെയും ഉണ്ടാവുന്നതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായുള്ള വിഭവങ്ങളാണിത്. ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവയൊക്കെ കേട്ടോ. അടുത്തതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ പറഞ്ഞാൽ? എന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്, ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഓക്കെ അല്ലേ. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം അല്ലേ. സ്വർണം, ഇരുമ്പ്, കൽക്കരി, പെട്രോളിയം തുടങ്ങിയ വിഭവങ്ങളൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത്. ഓക്കെ അല്ലേ. അടുത്തത് നമ്മളെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത എപ്പോഴും ചോദിക്കാനാണ് കേട്ടോ. സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനമാണിത് കേട്ടോ. പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളമാണിത്. സമ്പൂർണ്ണമായിട്ടും സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്താണ് മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ എന്നും പറഞ്ഞു കേട്ടോ. മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ എന്നും പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഇതുള്ളത്. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. എന്താണ്? മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണപ്പാടാണ് എന്തെന്ന് പറയുന്നത്? മുംബൈ ഹൈ ട്ടോ. വലിയ എണ്ണപ്പാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ്. എന്താണ്?
ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഏറ്റവും വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്തത്, മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ? മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങളൊക്കെ നന്നായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട് അല്ലേ? ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് അല്ലേ? പുനഃസ്ഥാപിക്കുക ധാതുക്കളൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഭവങ്ങൾ കൂടുതലുള്ള നാടാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ സമ്പത്തും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ സമ്പത്തുള്ളതുകൊണ്ട് ആളുകളുടെ ജീവിത സാഹചര്യം നന്നായി ഉയരും അല്ലേ? അതാണ് അവയ്ക്കുള്ള ഇത് കേട്ടോ, സ്വാധീനം എന്ന് പറയുന്നത്. അടുത്തത് ഖനനം എന്നാണ് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർ ഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത്. എന്താ പറയണത്? ഭൗമോപരിതലത്തിൽ നിന്നിട്ടോ ഭൗമാന്തർ ഭാഗത്തു നിന്നോ ഭൂമിയുടെ ഉള്ളിൽ നിന്നോ എന്താണ് മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് കേട്ടോ ഖനനം എന്ന് പറയുന്നത്. ഖനനത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഉപരിതല ഖനനമെന്നും ഭൂഗർഭ ഖനനമെന്നും. എന്താണ് ഉപരിതല ഖനനമെന്നും ഭൂഗർഭ ഖനനമെന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. ഉപരിതല ഖനനം പറഞ്ഞാൽ അവിടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഖനനം ചെയ്യുക. ഭൂഗർഭ ഖനനം പറയണത് എന്താണ്? ഉള്ളിൽ നിന്ന് ഖനനം ചെയ്യുക, ഉള്ളിൽ നിന്ന് എടുക്കുന്ന കേട്ടോ, കുഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഇതിന് ഉദാഹരണമാണ് കേട്ടോ ധാതുക്കൾക്ക്. ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ. ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് ഉപയോഗയോഗ്യമാകുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിൽ കാണുന്ന അയിരിൻ്റെ രൂപത്തിൽ നമുക്ക് എന്താ കാണപ്പെടുന്നത്? ധാതുക്കളാണ്. ധാതുക്കൾ നിന്നാണ് എന്ത് കിട്ടുന്നത്? അയിര് കിട്ടുന്നത്. അങ്ങനെ അയിരയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം. ഖനനം സംസ്കരണ പ്രക്രിയയൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, വെറും ധാതുവായിട്ടാണ് അവിടെ കിടക്കുക എന്നാണ് പറയുന്നത്. ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത് കേട്ടോ. അസംസ്കൃത രൂപത്തിലാണ് കേട്ടോ, മാലിന്യങ്ങൾ കലർന്നിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുക. ഇതിനെ അയിരെന്ന് വിളിക്കുന്നു. ഈ അയിരിനെ വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കിയിട്ട് മാറ്റാൻ കഴിയുള്ളൂ കേട്ടോ. അടുത്ത പറയണത് എന്താണ്? ഇതിൽ നിന്നും ചില ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശമുള്ളതായി തിരിച്ചറിഞ്ഞില്ലേ? അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ ധാതുക്കളെ രണ്ടായി തിരിക്കാം. ധാതുക്കൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ലോഹധാതുക്കളിൽ രണ്ടെണ്ണമുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളുണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുണ്ട്. അലോഹധാതുക്കൾ എന്തൊക്കെയാണ്? ജൈവധാതുക്കളുണ്ട്, അജൈവധാതുക്കളുണ്ട്. എന്തൊക്കെയാണ്? ജൈവധാതുക്കളുണ്ട്, അജൈവധാതുക്കളുണ്ട് കേട്ടോ. ധാതുക്കൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ലോഹധാതുക്കളാണ് ഇരുമ്പിൻ്റെ അംശമുള്ളവയുണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയുണ്ട്. അലോഹധാതുക്കളാണെങ്കിൽ ജൈവധാതുക്കളുണ്ട്, അജൈവധാതുക്കളുണ്ട്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അടുത്തത് ലോഹധാതുക്കൾ. പ്രകൃതി സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിനുദാഹരണമാണ് കേട്ടോ. എന്താണ്? പ്രകൃതി സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണ കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് കേട്ടോ. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ആദ്യം ബോക്സൈറ്റ് ആയിട്ടാണ് കാണുക, അത് പിന്നെ അലുമിനിയം ആയിട്ട് നമ്മൾ മാറ്റുക ചെയ്യുക കേട്ടോ. ഇരുമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു.
ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള പദാർത്ഥങ്ങളുണ്ട്, ലോഹങ്ങളുണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾ എങ്ങനെയാണ്? ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുള്ളവയാണ്, ഭാരം കൂടുതലാണ്. എന്തൊക്കെയാണ്? ചാരനിറത്തിലാണ് കാണപ്പെടുക, കാന്തിക സ്വഭാവമുണ്ട്, ഭാരം കൂടുതലാണ്. ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുണ്ട്, പിന്നെന്താണ്? ഭാരം കൂടുതലാണ്. അപ്പോൾ മറ്റേതിൽ എന്താണ്? വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളിലാണെങ്കിൽ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നു. കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ്, താരതമ്യേന ഭാരം കുറവായിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് ഇരുമ്പയിര്. ഇരുമ്പയിരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ 3 അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സീഡറൈറ്റ് കേട്ടോ. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സീഡറൈറ്റ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇരുമ്പയിരുകൾ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയി തരംതിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റിന് എന്തായിട്ടാന്ന് പറയുന്നത്? കറുത്ത അയിര് എന്ന് പറയുന്നത് കേട്ടോ. കറുത്തതല്ലേ, അപ്പോൾ കറുത്ത അയിര് എന്ന് പറയുന്നുണ്ട്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത് അലോഹധാതുക്കൾ. ലോഹത്തിൻ്റെ അംശമില്ലാത്ത അലോഹധാതുക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ലോഹധാതുക്കളെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? ഇരുമ്പിൻ്റെ അംശമുള്ളവയും അല്ലാത്തവയൊക്കെ പറഞ്ഞു. അലോഹധാതുക്കളാണ് പറയുന്നത്. ലോഹത്തിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു. അലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന ലോഹത്തിനനുസരിച്ച് കുറവാണ് കേട്ടോ. ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ എന്തൊക്കെയാണ്? ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും പറയുന്നുണ്ട്. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാണ്? കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ലോഹധാതുക്കളും ഉപയോഗവും. അടുത്തത് അലോഹധാതുക്കളും ഉപയോഗമാണ്. ഇരുമ്പ് കെട്ടിട നിർമ്മാണം, ഗ്രാഫൈറ്റ് പെൻസിൽ നിർമ്മാണമൊക്കെ പറയുന്നുണ്ടല്ലേ. പിന്നെ സ്വർണ്ണം, ചെമ്പ്, പെട്രോള്, കളിമണ്ണൊക്കെ നമുക്ക് എഴുതാലോ അല്ലേ. അടുത്തത് വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളുടെ വിതരണത്തെ പരിചയപ്പെടാം. കണ്ടോ, പല സ്ഥലങ്ങളിലും ഇത് കാണപ്പെടുന്ന കണ്ടോ ഓരോന്നിലെ ഇരുമ്പ്, ലെഡ്, സിങ്ക്, ചുണ്ണാമ്പ് കല്ല്, മാംഗനീസ്, മൈക്ക, പെട്രോളിയം, പ്രകൃതിവാതകം, ജിപ്സം, സ്വർണം എവിടേക്കാണ്? കേരളം ഉണ്ട് സ്വർണം, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കർണാടക ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട് അല്ലേ. പിന്നെ കൽക്കരി എവിടേക്കാണ് നോക്കാം. കൽക്കരി ഇവിടെ ഒന്നുമില്ല. കൽക്കരി ഇതാ മഹാരാഷ്ട്ര ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, അസം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, ലഡാക്ക് ഉണ്ട് അല്ലേ, മേഘാലയ ഉണ്ട്. ലെഡ്, സിങ്ക് എവിടെയൊക്കെയാണ് ഉള്ളത്? മേഘാലയ ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, സിക്കിം ഉണ്ട്, തെലുങ്കാന ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ഉത്തരാഖണ്ഡിൻ്റെ ഇവിടെ ഉണ്ട് അല്ലേ, ഉത്തർപ്രദേശ് ഉണ്ട്. പിന്നെ ചുണ്ണാമ്പ് കല്ല് ഒഡീഷ ഉണ്ട്. ചുണ്ണാമ്പ് കല്ല് അത്യാവശ്യം കുറേ ഉണ്ടല്ലേ. തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, അസം ഉണ്ട്, മേഘാലയ ഉണ്ട്, മണിപ്പൂരുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ജമ്മു കാശ്മീർ ഉണ്ട്, ഹിമാചൽ പ്രദേശൊക്കെ ഉണ്ട്.
ഇരുമ്പ് നമ്മുടെ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പിന്നെ എവിടെയാ നമ്മുടെ മഹാരാഷ്ട്ര ഉണ്ട്, പിന്നെ രാജസ്ഥാനുണ്ട്, പിന്നെ ഉത്തർപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ ഈ ഇത് ഞാൻ റീൽസിലൊന്നും ഇടാം, നോക്കാമല്ലോ വെറുതെ ഇരിക്കുമ്പോൾ. ഓക്കെ, ഞാനിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നോക്കണേ എല്ലാവരും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കുക PSC ആൾക്കാർ. അടുത്തത് ഉൽപാദന വ്യവസായം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഏതാണ്ട് സ്വർണ്ണം എവിടേക്കാണുള്ളത്, ഇരുമ്പ് എവിടേക്കാണുള്ളത്, കൽക്കരി എവിടേക്കാണുള്ളത്, മാംഗനീസ് എവിടേക്കാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ എഴുതണം കേട്ടോ. ഞാനത് പോസ്റ്റ് ചെയ്തുതരാം. ഓക്കെ, യൂട്യൂബിൽ തന്നെ ഷോർട്സിലിടാം കേട്ടോ, ശ്രദ്ധിക്കണം എല്ലാവരും. ഉൽപാദന വ്യവസായം അസംസ്കൃത വസ്തുക്കൾ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം. എന്താണ്? അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ. ധാതുക്കൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യന് ഉപയോഗപ്രദമാകുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപാദന വ്യാവസായിക മേഖലകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്കരണ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു. എന്താണ്? വ്യത്യസ്ത സംസ്കരണ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു കേട്ടോ. അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായങ്ങളെ പ്രധാനമായും താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം കേട്ടോ. അസംസ്കൃത വസ്തുക്കളുടെ പ്രധാനത്തിലും അവരുടെ സ്വഭാവം അനുസരിച്ച് തരംതിരിക്കാം. അപ്പോൾ ഉൽപാദന വ്യവസായങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക അധിഷ്ഠിത വ്യവസായം, ഉദാഹരണം പഞ്ചസാര വ്യവസായം. ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം അല്ലേ. അടുത്തത് രാസാധിഷ്ഠിത വ്യവസായമാണ് എന്ത്? പെട്രോളിയം വ്യവസായം പറയണത്. വനാധിഷ്ഠിത വ്യവസായമാണ് പേപ്പർ വ്യവസായം എന്ന് പറയുന്നത് അല്ലേ. പേപ്പറൊക്കെ വനത്തു നിന്നാണ് കിട്ടുന്നത് അല്ലേ. മൃഗാധിഷ്ഠിത വ്യവസായം പറയുന്നതാണ് തൂക്കൽ വ്യവസായം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാന ഉൽപാദന വ്യവസായങ്ങളുടെ ഭൂപടമാണ് ചുവടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഉൽപാദന വ്യവസായങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇലക്ട്രോണിക് വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം, പെട്രോളിയം, രാസവ്യവസായം, പട്ടുതുണി വ്യവസായം, പരുത്തിത്തുണി വ്യവസായത്തിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതും എന്തിടാ ഞാൻ ഷോർട്സിലിടാം കേട്ടോ. അപ്പം ഇതൊന്നും എല്ലാവരും കണ്ടെത്തണേ കേട്ടോ. ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഇത് കണ്ടെത്തിയിട്ട് എഴുതണം. ഓക്കെ അല്ലേ. അടുത്തത് ഘനവ്യവസായമാണ് പറയുന്നത് കേട്ടോ. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഘനവ്യവസായം എന്നാണ് കേട്ടോ പറയുന്നത്. ഹെവി ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഭീമമായ വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവ് നല്ലോണം വേണം. പിന്നെ എന്താണ്? അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലാണല്ലോ അല്ലേ. അതുകൊണ്ടാണ് അവയെ എന്ത് പറയുന്നത്? ഘനവ്യവസായം, ഹെവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പരിചയപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണ്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു. എന്താണ്? ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമാണ് കേട്ടത്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായത്തിനാൽ ഇതിനെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നു. ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നു. ഇരുമ്പുരുക്ക് വ്യവസായം ഘനവ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.
എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കുക, കാരണം കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അക്കൗണ്ടിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റിൽ കമ്പനി ബോർഡ് എൽജിഎസ് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് എല്ലാം മോക്ക് ടെസ്റ്റും വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു ഗൈസ്.